നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA സ്ഥാനവും തെറിച്ചേക്കുമെന്ന് സൂചന. ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചിരുന്നു. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. സമീപകാലത്ത് സമാന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇടത് MLAമാർ രാജിവെച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ യുവതികൾ ആരോപണവുമായി രംഗത്തെത്തിയതോടെ അസാധാരണ സാഹചര്യം എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. 1, 2, 3 യുവതികളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർത്തുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ ഒരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതിൻ്റെ തെളിവുകൾ പോലും പുറത്തുവന്നു. അതേസമയം പുതിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാഹുലിനെതിരെ നിരന്തരം ആരോപണം ഉയർന്നതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പല നേതാക്കളും കടുത്ത രോഷത്തിലാണ്. അവസരങ്ങൾ നൽകിയ പാർട്ടിയോടും സമൂഹത്തോടും ഉത്തരവാദിത്തം പുലർത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടെന്ന നിഗമനത്തിലാണ് അവർ. ചാറ്റുകളിലെ രാഹുലിന്റെ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ തന്നെ ഇടിച്ചു താഴ്ത്തുന്നതാണെന്നും അങ്ങനെയൊരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരാൻ അനുവദിക്കരുതെന്നുമുള്ള സമ്മർദ്ദം നേതൃത്വത്തിനു മേലുണ്ട്. നടൻ കൂടിയായ LDFന്റെ MLA മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിട്ടും രാജിവെച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ രാജി ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 3 പേർക്കെതിരെ ഉണ്ടായ പരാതികളും രാഹുലിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പരാതി പരമ്പരകളും ഒരേ തട്ടിൽ കോൺഗ്രസ് കാണുമോ എന്നതാണ് നിർണായകം. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉയരുകയാണ്. ഗർഭധാരണം തടയാനുള്ള ഉദ്ദേശ്യത്തിൽ രാഹുൽ മരുന്ന് നൽകിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദിവസങ്ങളിൽ മരുന്ന് കഴിക്കാൻ തന്നെ നിർബന്ധിച്ചിരുന്നു. ഒരു ദിവസം രാഹുലിന്റെ കയ്യിൽ മരുന്നുണ്ടായില്ലെന്നും പിറ്റേന്ന് കൊണ്ടുതന്നെന്നും യുവതി പറഞ്ഞു. മെഡിസിൻ അലർജി ഉള്ളയാളാണെന്നും മരുന്ന് കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞപ്പോൾ പ്രഗ്നൻസി തടയാനുള്ള ഉദ്ദേശത്തിൽ അത് കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുവെന്ന് യുവതി. പിന്നീട് പലതവണ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു. താൻ കരയുന്ന സമയത്ത് ചൈൽഡിഷ് ആയിട്ട് സംസാരിക്കരുത്, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഇതൊക്കെ കാര്യമായി എടുക്കാമോ എന്ന് ചോദിച്ചു. പുറത്ത് പറയുമ്പോൾ I don't care, who care എന്ന് ചോദിച്ചു. പറഞ്ഞോളൂ, പ്രശ്നമില്ലെന്ന് പറഞ്ഞു യുവതി വെളിപ്പെടുത്തി. നമ്മൾ സംസാരിക്കാതെ വിട്ടാൽ why you are avoiding me എന്ന് ചോദിക്കുമെന്നും യുവതി പറഞ്ഞു. എന്തിനാ ഒഴിവാക്കുന്നത്, എന്താ സംസാരിക്കാതെ, എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമെന്ന് യുവതി പറഞ്ഞു. അന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനല്ലെന്നും യുവതി വ്യക്തമാക്കി. നല്ല നടപടിയെടുത്തില്ലെങ്കിൽ അയാൾ ഇനിയും ഇത് ആവർത്തിക്കും. I don't care എന്ന മൈൻഡാണ്. സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന വിശ്വാസമാണ്. 10 പേരെങ്കിലും അയാൾ ഇങ്ങനെയാണെന്ന് അറിയണം, യുവതി പറഞ്ഞു. വാർത്ത വന്നപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നതെന്നും യുവതി പറഞ്ഞു. ഒരു സ്ത്രീക്കും വെറുതെ വന്ന് പറയേണ്ട കാര്യമില്ല. ഈ പറയുന്നവരിൽ സത്യമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. രാഹുലിൻ്റെ ചാറ്റിംഗ് രീതി കണ്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായെന്നും ഇതേ രീതിയിൽ തന്നോട് സംസാരിച്ചിട്ടുണ്ടെന്നും യുവതി പറഞ്ഞു. നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല. കുടുംബത്തെ ഓർത്ത് നിയമ നടപടിക്ക് പോകുന്നില്ല. ഇന്നലെ മുതൽ അയാൾ പലരെയും വിളിച്ചും മെസ്സേജ് അയച്ചും എനിക്കെതിരെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതി നൽകിയാൽ വേട്ടയാടപ്പെടും. അവരുടെ വീട്ടിൽ കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളെ കണ്ടാണ് അയാൾ വളർന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ വാക്കുകൊടുത്ത് പറ്റിക്കുന്നത്? ഇത്രയും അധികം ആളുകൾ കള്ളം പറഞ്ഞു വരുമോ? രാഹുലിന്റെ കൂടെയുള്ളവർ ബോൺ ക്രിമിനൽസ് ആണ്. അതുകൊണ്ട് എൻ്റെ പേര് പുറത്തു പറയാൻ ഭയമുണ്ട്, യുവതി വെളിപ്പെടുത്തി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണെന്ന് KK രമ MLA പറഞ്ഞു. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും നിയമ പോരാട്ടങ്ങൾക്ക് സന്നദ്ധരായി മുന്നോട്ട് വരണമെന്നാണ് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്ത്രീകളോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അവർ പറഞ്ഞു.